പപ്പയുടെ ടിക്കറ്റിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് ശരിയാവും. ഞാൻ കാലത്തെ തന്നെ അങ്ങ് പോവുക. അർത്തിങ്കപ്പള്ളിയിൽ ഒരു നേർച്ചയുണ്ട്. നേർച്ച? അർത്തിങ്കൽ പള്ളിയില? അതപ്പോ നേർന്നു? അത് പണ്ട് മോക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോ നേർന്നതാ. നേർച്ചയും കഴിഞ്ഞ് എറണാകുളത്തും ടിക്കറ്റും എടുത്ത് ഞാൻ അങ്ങ് പോയേക്കാം. സാറേ. സാറല്ലടോ മോൻ. നേരെ വൈകുന്നു. തനിക്ക് അർത്തിങ്കൽ പള്ളിയില് നേർച്ചയ്ക്ക് പോണ്ടേ? തനിക്ക് ബുദ്ധിയില്ല എന്ന് കരുതിയത് ആ കുട്ടി താഴ്ത്തുണ്ടാവും. യാത്ര പറച്ചില് മെലോ ഡ്രാമയാക്കി കുളമാക്കരുത്. അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട്. എന്താണ് സാർ ഇതിന്റെയൊക്കെ അവസാനം? 6 മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂരിൽ പോകുന്നു. അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ്. അതിൽ സണ്ണിയുടെ ഭാര്യ മരിക്കുന്നു. ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി. ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ കഥയും എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. താങ്ക്സ് ഫോർ എവറിത്തിങ് അയ്യർ ജോൺ. വാ. അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലറ്റം പോയി എനിക്കിവിടെ സുഖാണെന്ന് പറഞ്ഞേക്കോ. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം. വേഷം കെട്ടിലായിരുന്നെങ്കിലും 2 ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിരിഞ്ഞ് പോവാന്ന് തോന്നിപ്പോവുക. മെലോ ഡ്രാമ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാം. ആകാശങ്ങളിൽ വാഴും തിരുതാരാനാഥനു സ്തോത്രം. എന്നും നന്മകളേകൂ, ഞങ്ങൾക്കെല്ലാ പുണ്യവും നൽകൂ. വേണ്ട, പരിചയപ്പെടുത്തണ്ട. ഞങ്ങൾ പരിചയപ്പെട്ടോളാം. ഞാൻ പള്ളിമേടയിലുണ്ടാവും. നാൻസി അല്ലേ? എങ്ങനെ മനസ്സിലായി? പരിചയപ്പെട്ട നാൾ മുതൽ സണ്ണിച്ചൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നാൻസിയെ കുറിച്ചുള്ള വർത്താനങ്ങളാ. നാട്ടിലെ എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് നാൻസിയിൽ വന്നാവും അവസാനിക്കുക. കൂടിക്കാഴ്ചയും മനസ്സ് ചോദ്യവും ആരും അറിയാതെ തമ്മിൽ കാണാറുള്ളതും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം. മിസ്സിസ് ആന്ധ്ര ബാളൂക്കാരന്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. നിന്നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് 6 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ 4 മാസമാക്കി കുറച്ചു. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ? അയാൾ പുറത്തു വന്ന് എന്നെ കൊല്ലുമെങ്കിൽ കൂടി നിങ്ങൾ തരുന്ന ഈ ശിക്ഷയേക്കാൾ എത്രയോ നിസ്സാരമാണത്. ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ പറ്റുമോ? സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകയായിട്ട് അഭിനയിക്കുകയായിരുന്നുകൊണ്ട് നിന്നെ ഒന്ന് ഫുൾ സ്വിങ്ങിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതങ്ങോട്ട് വീശി നല്ല ഫുൾ ഫോമിലും അയക്കോ. സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗെയിൻ ചെയ്യരുത്. കള്ളി വിളിച്ചതാവും. എന്നാ വേണ്ട, കുടിക്കടി. അമ്മച്ചയും പെങ്ങന്മാരെയും കയ്യിലെടുത്ത് എന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചല്ലേ? മതി. 6 മാസം എന്നുള്ളത് കുറച്ച് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകാൻ റെഡി ആയിക്കോ. അതെ, ഞാനും അത് കാത്തിരിക്കുക. പാവപ്പെട്ട കന്യാസ്ത്രീയെയും അമ്മച്ചിയെയും എന്തെല്ലാം പറഞ്ഞു വഞ്ചിക്കുന്നു. ഈ പാവത്തിനൊക്കെ എന്നോട് പൊറുക്കണേന്ന് മാത്രമാ ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മടുത്തു ഈ അഭിനയം. അത് പല മുറികളിൽ പലരോട് തന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക്
ഒരുത്തനോടത്തുള്ള 2-3 മാസത്തെ ജീവിതം അറുപൂറായിട്ട് തോന്നും. അത് നിന്റെ വർഗത്തിൽപ്പെട്ടവളമാർക്ക് ആദ്യം തോന്നുക. സാരമാക്കണ്ട. ഈ ബുദ്ധിയും സ്മാർട്ട്നെസ്സും ഒക്കെ അന്ന് പള്ളി ശവക്കോട്ടയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ല. എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന്. നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ. മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും. പറയട്ടോ. സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ സന്തോഷം കൊണ്ട് ഭാര്യ എടുത്തു പൊക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെയാണ് പതിവ്. സിനിമയിലും കഥാപുസ്തകത്തിലൊക്കെ അങ്ങനെയാ. ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം. നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു. ഞാൻ ഗർഭിണിയാണ്. സംശയിക്കണ്ട, 4 മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടി ഞാൻ പോയിട്ടില്ല. ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെയാ. ദേ മോളെ, ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം. ഇനി അവന് കാപ്പിയും ചായയൊക്കെ വേണമെങ്കിൽ രമണി കൊണ്ട് കൊടുക്കും. നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല. 4-5 പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കാണ്ട് തന്നെ അറിയാം ഇതൊക്കെ. എന്തിനുള്ള പുറപ്പാടാ നീ? സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ 10 മാസം ഗർഭം ചുമക്കും, പിന്നെ പ്രസവിക്കും. ആ കുട്ടിയെ ഞാൻ വളർത്തും. വളർന്ന് വലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റ് കഥ പറയും. സിംഗപ്പൂരിലല്ല, ഇവിടെ ഒരു ആക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു. പരിക്കുകളൊന്നുമില്ലാതെ ഞാൻ രക്ഷപ്പെടുന്നു. ഭയപ്പെടണ്ട. അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പടി ചവിട്ടില്ല. സണ്ണിച്ച, നീ ഉച്ച കഴിഞ്ഞ് വല്ലയിടത്തും പോകുന്നുണ്ടോ? സാന്ദ്രമോളെ ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം. അവിടെ മതി. പാലായ്ക്ക് കൊണ്ടുപോയാ പിന്നീടുള്ള പോക്കുവരെ ബുദ്ധിമുട്ടാവും. ഇനി എല്ലാ മാസവും പോണല്ലോ. മോളോട് ഒരുങ്ങിക്കൊള്ളാൻ പറ. നീയും കൂടി വരുന്നെങ്കി വാ. ഞങ്ങൾ പൊയ്ക്കോളാം. അമ്മച്ചി വരണ്ട, എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ് ചെക്കപ്പിന്. ഇനി മാസാമാസം ചെക്കപ്പ്, വിശ്രമം, പോഷകാഹാരം. കൊച്ചു മിടുക്കി തന്നെ നീ.